ഒരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വാങ്ങാം കേട്ടോ. ഇപ്പോൾ ഒരു 5-5:30 സമയം. അപ്പോൾ ഒരു ചായ കുടിക്കുക, ഒരു പൂതി. നേരെ വണ്ടിയായിട്ട് നമ്മുടെ അടുത്തുള്ള ചായക്കടയിലേക്ക് പോവാണ് കേട്ടോ. അടുത്തല്ല, കുറച്ച് ദൂരെയാണ് ദേ. അപ്പോൾ ദേ വഴി സൈഡിലൊക്കെ ഇത് ഓരോരോ നല്ല കാഴ്ചകളാണ്. ഇതാണ് നമ്മൾ സ്ഥിരം ചായ കുടിക്കാറുള്ള കട. പക്ഷേ അവിടുത്തേനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ചായ നമുക്ക് അപ്പുറത്ത് കിട്ടും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാം. ഇത് കണ്ടോ, ഈ ഒരു ഷാപ്പിൽ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം കയറും. തോടിൻ്റെ പക്കത്തായതുകൊണ്ട് അകത്തൊക്കെ പിന്നെ നീന്തി നീന്തി അതിനകത്തേക്ക് ആൾക്കാരൊക്കെ പോകുന്നത്. ഇത് കണ്ടോ, ഈ വീട് പണ്ട് കാലത്ത് കൊയ്ത്ത് മെഷീനൊക്കെ വരുന്നതിന് മുമ്പ് കറ്റ കണ്ടെത്തി നിന്ന് കൊയ്ത് ഇവിടെ കൊണ്ടുവന്നാൽ മെതിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്ത് രസമായിരുന്നു അന്നൊക്കെ. മുത്തച്ഛൻ്റെ ഒപ്പം ഇങ്ങനെ വരും വലിയ വള്ളത്തിൽ. ഭയങ്കര രസമാണ് കേട്ടോ. ഒരു നൊസ്റ്റാൾജിയ. ഇന്നിപ്പോൾ മുത്തച്ഛനൊക്കെ തീരെ വയ്യ. അതൊക്കെ ഓർക്കും ഭയങ്കര സങ്കടമാണ്. ഇത് കണ്ടോ, പാടം കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറ്റി ഇട്ടേക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 2 മാസമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കൃഷിക്കായിട്ടുള്ള സാധനങ്ങൾ എടുക്കും. ഈ ഒരു ഏരിയ ഞാൻ ഓർമ്മ വെച്ച കാലം മുതലേ കൃഷിയില്ലാതെ കിടക്കുക കേട്ടോ. എൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ചായ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ചെറുകടികളിലെല്ലാം ഒന്നിനൊന്ന് ബെറ്ററാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ മെതുവടയാണ്, നമ്മുടെ ഉഴുന്നുവട. അപ്പോൾ ഞാൻ അത് വാങ്ങിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള വട. അപ്പോൾ അത് വാങ്ങി ഞാൻ നല്ല ചട്നിയൊക്കെ കൂട്ടി കഴിച്ചു. എന്നിട്ട് ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന കാഴ്ചയാണ്. വേനൽമഴയൊക്കെ കഴിഞ്ഞപ്പോൾ കപ്പ ഇട്ടു. ഇപ്പോൾ ആദ്യത്തെ ഇടയൊക്കെ കുത്തി വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരു സീനാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ വരുന്ന വഴിക്ക് എനിക്ക് സൈഡിലൊരു ബെഞ്ച് ഇവിടെ കാലിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ വന്നിരുന്ന് വണ്ടിയൊക്കെ പോകുന്നത് ഈ കിളികളൊക്കെ കൂടണയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചിലപ്പൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നല്ല രസമാണ് നാട്ടിൻപുറത്ത് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. അത് അത് വേറെ ലെവൽ തന്നെയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്നാൽ പതിയെ വീട്ടിലേക്കൊക്കെ പോട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.